നമസ്കാരം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഫഫ അഥവാ ഫഹദ് ഫാസിലിന് ADHD എന്ന രോഗമുണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ 41 വയസ്സായതുകൊണ്ട് അത് ചികിത്സിച്ച് ഭേദമാക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ADHD എന്ന രോഗം കൊണ്ടുള്ള പ്രശ്നങ്ങളായി അദ്ദേഹം പറയുന്നത് ഹൈപ്പർ ആക്ടിവിറ്റിയും ശ്രദ്ധയില്ലായ്മയും ഒക്കെയാണ്. വളരെ ചെറിയ തോതിലാണ് ഈ രോഗമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനെ വല്ല രോഗവും ഉണ്ടോ? നമ്മുടെ എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ മലയാളത്തിൽ ഏറ്റവും നോർമലായിട്ടുള്ളതും ഒട്ടും ഹൈപ്പർ ആക്റ്റീവ് അല്ലാതെ ശാന്തനായി പെരുമാറുന്ന ഒരാളുമാണ് ഫഹദ് ഫാസിൽ. ഇനി ഇത്രയും ശ്രദ്ധയുള്ളതും ഇത്രയും ശാന്തനുമായ അദ്ദേഹത്തിന് ഇങ്ങനൊരു രോഗമുണ്ടെങ്കിൽ ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഷെയ്ൻ നിഗത്തിനും ഇൻ്റർവ്യൂകളിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ ഒട്ടും പക്വതയില്ലാതെ ചീത്ത വിളിക്കുന്ന ശ്രീനാഥ് ഭാസിക്കും വഴിയെ പോകുന്ന ഏണികളെല്ലാം അങ്ങോട്ട് ചെന്ന് വാങ്ങി തെറിവിളി കേൾക്കുന്ന ഉണ്ണി മൂന്തനും അതേപോലെ എല്ലാവരോടും റൂഡായും ദേഷ്യപ്പെട്ടും പെരുമാറുന്ന കൊച്ചു കുട്ടികൾക്ക് പോലും പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ മനസ്സിലാകാതെ ദേഷ്യപ്പെടുകയും ചെയ്യുന്ന മലയാള സിനിമയുടെ തന്നെ വലിയേട്ടൻ എന്നറിയപ്പെടുന്ന മമ്മൂട്ടിയും ഒരു ഡോക്ടറെ പോയി കാണുകയാണെങ്കിൽ എന്തെല്ലാം രോഗങ്ങളായിരിക്കും കണ്ടുപിടിക്കപ്പെടുക? സത്യത്തിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി ആര് കണ്ടാലും എന്തെങ്കിലും രോഗം അവർക്ക് ഉള്ളതായി പറയുമെന്നാണ് ഫഹദ് ഫാസിലിൻ്റെ ഈ രോഗത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇനി ഫഹദ് ഫാസിലിന് അങ്ങനൊരു രോഗമുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെയെങ്കിൽ ഉർവശി ശാപം ഉപകാരമായി എന്ന് വേണം പറയാൻ. ചിലപ്പോൾ ഇത്രയും അഭിനയ മികവും പ്രത്യേകതകളും ഉള്ള നടനെ നമുക്ക് കിട്ടിയത് ഇങ്ങനെ നമുക്ക് ആർക്കുമില്ലാത്ത ഒരു പ്രത്യേകത അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ മറ്റു നടന്മാർക്ക് ആർക്കും അവകാശപ്പെടാൻ പറ്റാത്തത്ര കഴിവുകളുള്ള ഫഹദ് ഫാസിലിനെ യാതൊരു കഴിവുമില്ലാത്ത ഒരു ഡോക്ടർ വിശകലനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ കഴിവുകൾക്ക് പിന്നിൽ ഒരു രോഗമാണ് കാരണം എന്ന് തള്ളിയതാവാം. ഈ വിഷയത്തെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബോക്സിൽ പറയുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.